ഹലോ നമസ്കാരം, എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ സാധാ ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇനി ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ടൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചത് ചേർക്കാം. ഒരു 2 മിനിറ്റോളം അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് പീസ് ഇഞ്ചിയും ഒരു 3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറി ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4 വലിയ സവാള ഇട്ട് കൊടുക്കാം. ഞാനിത് സ്ലൈസ് ചെയ്തെടുത്തതാണ്. നമുക്ക് ഈ സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ടില്ലെങ്കിൽ നമുക്ക് ഈ ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇതിനധികം എരിവില്ല, എന്നാൽ നമുക്ക് നല്ല മസാല കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി പൊടിയുടെ കൂടെ 1/2 ടീസ്പൂൺ സാധാ മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. നമുക്കിനി മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കുക. ഇനി തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ പീസ് തന്നെയാണ്. നമുക്കതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിനി ഈ ചിക്കൻ മസാലയിലിട്ട് നന്നായിട്ടൊരു 4-5 മിനിറ്റോളം വഴറ്റി കൊടുക്കണം. ചിക്കൻ്റെ കളറെല്ലാം മാറി ഒരു വൈറ്റ് കളറൊക്കെ ആയി വരുന്നവരെ നന്നായിട്ടിത് വഴറ്റണം. നമ്മുടെ ചിക്കൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും.
നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഉള്ളി വഴറ്റുന്ന നേരത്ത്. ഇനി നമുക്കത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഗ്രേവി എല്ലാം വറ്റിച്ചെടുക്കണം. ഇതെല്ലാം വറ്റി സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിയുമ്പോൾ നമുക്കിതിലേക്ക് നമുക്കിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. ഞാനിത് കുറച്ചുകൂടി ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.